എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു സഹോദരൻ വന്നിട്ട് ഒരു കമൻ്റ് ഇട്ടു. ഒത്തിരി ഹൃദയഭാരം ഉണ്ട്, അപ്പോൾ ഹൃദയഭാരം മാറുന്നതിനുള്ള ഒരു വചനം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് അദ്ദേഹം ഇടുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ എനിക്ക് തോന്നി അതൊരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആണല്ലേ. കാരണം നമ്മൾക്കറിയാം ഇന്നത്തെ ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ അല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നവരാണ്. ഒരാൾ പോലുമില്ല സ്ട്രെസ് അനുഭവിക്കാത്തവരെ എന്ന് വെച്ചാൽ ടെൻഷൻസ് ഇല്ലാത്ത ഒരു വ്യക്തി പോലുമില്ല. ആരോട് ചോദിച്ചാലും ഈവൻ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞു മക്കളോട് ചോദിച്ചാൽ അവർ വരെ പറഞ്ഞു തരും എന്താണ്, എല്ലാവർക്കും ടെൻഷനുണ്ട്. അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലും ടെൻഷൻ അനുഭവിക്കുന്നവർ തന്നെയാണല്ലേ. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ടെൻഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇന്നലത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ. ദൈവത്തിൻ്റെ വചനം നമ്മളോട് അതാ ചോദിക്കുന്നത്. നമ്മൾ ഈ ടെൻഷൻ അടിച്ചതുകൊണ്ടോ ഭാരപ്പെട്ടതുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം ഈ ഭാരം എടുത്തു മാറ്റുവാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? നമ്മളുടെ ദൈവം അല്ലേ. ജീവിക്കുന്ന നമ്മളുടെ ദൈവത്തിന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. അതിന് പരിഹാരം കണ്ടെത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇനി ചിലരോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് പുറമേ കാണുമ്പോൾ ഒരു വിഷയങ്ങളൊന്നുമില്ല, പക്ഷേ അവർക്ക് ഭയങ്കരമായ ഒരു ടെൻഷനാണ്, മനസ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടെൻഷനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനി ചിലരെന്താണ്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും ഫ്യൂച്ചറിനെ ഓർത്ത് അവർക്ക് ടെൻഷനായിരിക്കും. ഇനി ചിലർക്ക് ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ട്, ഒത്തിരി പൈസയുണ്ട്, നല്ല ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ ടെൻഷൻ എന്താണെന്നറിയാമോ? ഏതെങ്കിലും വിധത്തിലുള്ളൊരു മാരക രോഗം അവർക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവർക്കോ ഉണ്ടാകും. അപ്പോൾ ഇതും അവരെ എന്താണ്, വല്ലാത്ത ടെൻഷൻസിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ഭയങ്കര സംഘർഷത്തിലേക്ക്, ഇവരെ മാനസികമായ സംഘർഷത്തിലേക്ക് ഇവരെ കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീരും അല്ലേ. മനുഷ്യൻ നിസ്സഹായരാകുന്ന ഇടങ്ങളാണ് അതൊക്കെ. എന്ന് വെച്ചാൽ നമ്മളുടെ എന്താണ്, എത്ര പൈസ ഉണ്ടെങ്കിലും ആർക്കും എന്താ പറയുക, ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മൾക്ക് ഒരു രോഗം വന്നാൽ അതിന് ചികിത്സയുമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ. ചില രോഗങ്ങൾക്കൊന്നും ചികിത്സയില്ല. നമ്മൾ എത്ര പൈസ മുടക്കിയാലും എത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും പൂർണ്ണമായും രോഗം ഭേദമാകാത്ത അസുഖങ്ങൾ ഇന്ന് ഈ ലോകത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ടെൻഷൻസ് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിലുണ്ട്. പലരുടെയും എന്നല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ ടെൻഷൻസ് അനുഭവിക്കുന്നവരാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, നമ്മളുടെ സങ്കീർത്തനം സാംസ് 55:22, അതായത് സാംസ് 55:22. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ഏത് ഭാരവുമാകട്ടെ, നമ്മളുടെ മനസ്സിൻ്റെ ഭാരമാണോ, നമ്മളുടെ ശരീരത്തിൻ്റെ ഭാരമാണോ, ഇനി എന്ത് ഭാരമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് ദൈവത്തിൻ്റെ മേലെ അങ്ങ് ഇട്ടുകൊടുത്താൽ മതി, ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം നമ്മളെ പുലർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഏത് വിഷയമാണോ അതിന് പരിഹാരകനായിട്ട് ആരുണ്ട്? നമ്മളുടെ ദൈവമുണ്ടല്ലേ. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? അവിടുന്ന് അത്ഭുത മന്ത്രിയാണല്ലേ. അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്, അത്ഭുത മന്ത്രിയാണ്. എന്ന് വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൈകാര്യം ചെയ്യുന്ന ഒരു ദൈവം അല്ലേ. ആ ദൈവം നമ്മൾക്ക് ആരാണ്? ആ ദൈവം നമ്മൾക്ക് പിതാവാണ് അല്ലേ. എന്ന് വെച്ചാൽ ആദ്യം എന്താണ്? സ്വർഗീയ പിതാവാണ്, അതിനപ്പുറം ദൈവമാണല്ലേ, സർവജ്ഞാനിയായ ദൈവം, സകലത്തെയും ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയ ദൈവം അല്ലേ, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം. പിന്നെ അടുത്തത് എന്താണ്? നമ്മുടെ പേഴ്സണൽ ലൈഫിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം നമ്മളുടെ അപ്പനാണല്ലേ, നമ്മളുടെ നല്ലൊരു കൂട്ടുകാരനാണ്, നമ്മളുടെ സഹോദരനാണ്, ഇനി നമ്മളുടെ അമ്മയാണ്. അതല്ലേ പറഞ്ഞിരിക്കുന്നത്, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ പെറ്റമ്മമാർ പോലും മറക്കുന്ന സാഹചര്യങ്ങൾ ഈ ലോകത്തിൽ വരും, അവിടെയും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവം. ഒന്ന് ഓർത്ത് നോക്കിക്കും, ഇത്ര നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ഒരു ദൈവം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ, ഈ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, എല്ലാ വിഷയങ്ങളും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കടന്നു വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ മൊത്തത്തിൽ ബൈബിളിനെക്കുറിച്ച് നല്ല ജ്ഞാനം നമ്മൾക്കുണ്ടായിരിക്കണം. നമ്മൾ ബൈബിൾ മുഴുവൻ പഠിക്കണം കേട്ടോ. നമ്മൾ പതുക്കെ ഇത് വായിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള വചനങ്ങളൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നമ്മളത് ബൈഹേർട്ടാക്കുകയൊക്കെ തന്നെ വേണം. ഇനി അതിനും അപ്പുറമായിട്ട് പെട്ടെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറേ വചനങ്ങളുണ്ട്. എവിടെയാണെന്നറിയാമോ? ഈ സങ്കീർത്തനത്തിനകത്ത്, സാംസിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾക്ക് ദാവീദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നമ്മൾക്ക് മെയിനായിട്ടും കാണുവാനായിട്ട് കഴിയുന്നത് അല്ലേ. നമ്മുടെ ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് പറയുവാനുള്ള കാരണമുണ്ട്. ഈ ദാവീദിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമ്മൾക്കറിയാം, ഈ എന്താ പറയുക, സാമുവേലിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ദാവീദിനെ പോലെ ടെൻഷൻ അനുഭവിച്ച ഒരു മനുഷ്യൻ വേറെയില്ല ഒരു സൈഡിൽ. ഇനി മറു സൈഡിൽ എന്താണ് ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത്? എന്താണ്? എൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ എന്നാണ് ദാവീദിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ
ദാവീദിൻ്റെ ചരിത്രം എടുത്താലുണ്ടല്ലോ, ദാവീദ് ആദ്യം എവിടെയായിരുന്നു? ഒരു ഇടയ ചെറുക്കനായിരുന്നു അല്ലേ. തൻ്റെ വീട്ടിലെ അപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു പയ്യനായിരുന്നു അല്ലേ. അപ്പോൾ ഈ ദാവീദ് അവിടെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു? അല്ല, ശരിക്കും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാട്ടിലായിരുന്നു ആടിനെ മേയിച്ചുകൊണ്ട് നടന്നതല്ലേ. അപ്പോൾ അവിടെ എന്തായിരുന്നു? സിംഹത്തിനെ നേരിട്ട കഥ പറയുന്നുണ്ട്, കരടിയെ നേരിട്ട കഥയൊക്കെ അവിടെ പറയുന്നുണ്ടല്ലേ, ദാവീദ് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ഡേഞ്ചറായുള്ളൊരു പ്ലേസിലായിരുന്നു ആരുണ്ടായിരുന്നത്? ദാവീദ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞതും ദൈവം ദാവീദിനെ വിളിച്ച് അഭിഷേകം ചെയ്തതും അല്ലേ. ഇനി അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോഴും തീർന്നോ? അവിടെയും തീർന്നില്ലല്ലേ, അവിടെയും വിഷയങ്ങളാണ്. പിന്നെ ദാവീദിനെ ആരാണ്? അപ്പനും അമ്മയും ഒക്കെ തള്ളപ്പെട്ടവനായിരുന്നു, സഹോദരന്മാരുടെ മുൻപിൽ തള്ളപ്പെട്ടവനായിരുന്നു അല്ലേ ദാവീദ്. അത് കഴിഞ്ഞ് അഭിഷേകം വന്ന് രാജാവായിട്ട് അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോഴോ അവിടെ ഈ ശൗലിൻ്റെ ഭാഗത്തുനിന്ന് വിഷയങ്ങളാണ് അല്ലേ. ഷൗലിൻ്റെ ഭാഗത്തുനിന്ന് വിഷയങ്ങൾ വന്നു, ഷൗൽ രാജാവിൻ്റെ ഭാഗത്തുനിന്ന് വിഷയങ്ങൾ വന്നു, ജീവന് വരെ ഭീഷണിയായിട്ട് നിന്നു. എന്തിനേറെ പറയുന്നു, അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വൈഫ് അല്ലേ ദാവീദ് നമ്മുടെ എന്താ പറയുക ദൈവത്തിൻ്റെ പെട്ടകവുമായിട്ട് വന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ച് വരുമ്പോൾ ദാവീദിനെ ആദ്യം കുറ്റപ്പെടുത്തിയത് ആരാ? മീഖൾ അല്ലേ. മീഖളാണ് കുറ്റപ്പെടുത്തിയത്, ഭാര്യയായിരുന്നു അല്ലേ, ദാവീദിൻ്റെ ഭാര്യയായിരുന്നു. ആ ഭാര്യയാണ് കുറ്റപ്പെടുത്തിയത്. അപ്പോൾ വീടിനകത്ത് ഭാര്യയുടെ അടുത്തുനിന്ന് സമാധാനമില്ല. ഇനി അടുത്തത് എന്താണ്? മകനെ പേടിച്ച് ദാവീദ് ഓടിപ്പോയത് നമ്മൾക്കറിയാമല്ലേ. ദാവീദിൻ്റെ മകനിൽ നിന്ന് ദാവീദിന് വിഷയങ്ങളുണ്ടായി. അങ്ങനെ എന്തോരം വിഷയങ്ങൾ ആ മനുഷ്യൻ അനുഭവിച്ചതെന്നറിയാമോ. അത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, എൻ്റെ കർത്താവ് ഈ ദാവീദ് എന്തോരം വിഷയങ്ങളാണ് അനുഭവിച്ചതല്ലേ, എന്തോരം ടെൻഷൻസാണ്. പുള്ളിയുടെ ആ ഒരു ഹൃദയത്തിൻ്റെ വ്യഥ മുഴുവൻ പുള്ളി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അവിടെ മറ്റൊരു സൈഡും കൂടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയൊക്കെ ദൈവം എന്താണ്? കണ്ണിലെ കൃഷ്ണമണി പോലെ ദാവീദിനെ കൊണ്ട് നടന്നതല്ലേ, ദാവീദിൻ്റെ കൂടെ നടന്ന ദാവീദിനെ വിടുവിച്ചതൊക്കെ നമ്മൾക്ക് അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുവാനോ വചനം വായിക്കുവാനോ ഒക്കെ നമ്മൾക്കങ്ങ് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം വരുമ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? ഈ സങ്കീർത്തനങ്ങൾ എടുത്തങ്ങ് നമ്മൾ വായിക്കണം. ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ ചുമ്മാ എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ബൈബിൾ പഠിക്കുവാനിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ ചുമ്മാ ഇവിടുന്ന് എടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം തൊട്ട് നമ്മൾ വായിച്ച് തുടങ്ങണം, ഒരു ഓർഡറായിട്ട് നമ്മൾ വായിച്ച് തുടങ്ങണം കേട്ടോ. ഇതിപ്പം ഞാൻ പറയുന്നത് സങ്കീർത്തനം നമ്മൾക്കൊന്നും ചെയ്യുവാൻ പറ്റാതെ, വായിക്കാനും പഠിക്കാനും ഒന്നും നമ്മൾക്ക് പറ്റാതെ വരുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ ഈ സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോൾ ദാവീദിൻ്റെ ആ ഒരു ജീവിതത്തിലെ കടന്നു പോയതല്ലേ. അതിനകത്ത് പലതും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. സകല വചനങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടുന്ന കുട്ടി വചനങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടും? ഈ സങ്കീർത്തനത്തിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് തീരെ തകർന്നിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ സങ്കീർത്തനങ്ങൾ എടുത്ത് വായിക്കുക. അപ്പോൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വചനം നമ്മളെ ടച്ച് ചെയ്യുന്നത് അതിനകത്ത് കിട്ടും. ഞാൻ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ വായിച്ച് തുടങ്ങണം. എന്നിട്ട് നമ്മൾക്ക് ദൈവത്തെക്കുറിച്ചുള്ളൊരു ജ്ഞാനം അല്ലേ നമ്മൾക്ക് ഉണ്ടാകണം. ദൈവം ആരാന്ന് നമ്മൾ അറിയണം. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ വീഡിയോകളിലെല്ലാം ഞാൻ വേറൊരാളെ കോപ്പി അടിക്കുന്നത്, വേറൊരാളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതൊന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ അനുഭവിച്ച, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിടുതൽ ഏറ്റെടുത്തത്, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. എനിക്ക് പണ്ട് തൊട്ടേ താല്പര്യമില്ല വേറൊരാളെ കോപ്പി അടിക്കാൻ, എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വേറൊരാളുടെ ചരിത്രം എടുത്തുന്നല്ല, എന്ന് വെച്ചാൽ ഓരോ സംഭവങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടാകും. എന്താണെങ്കിലും ഫൈനലായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ആരായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ഓരോ വചനവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട വചനങ്ങളും ഞാൻ വിടുതൽ ഏറ്റെടുത്ത വചനങ്ങളും തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ വചനങ്ങൾ നമ്മൾ ഹൃദയസ്ഥമാക്കുക. ഞാൻ ആദ്യം തൊട്ടേ പറയാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാത്തിനും പെട്ടെന്ന് നമ്മൾക്കൊരു സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ അങ്ങ് എടുത്തുകൊള്ളുക. അല്ലാതെ കുറേ വചനങ്ങൾ വേറെ എല്ലാത്തിനകത്തും കിടപ്പുണ്ട്. പക്ഷേ അതൊന്നും വായിക്കാൻ ചിലപ്പോൾ നമ്മൾക്കൊരു മൂഡ് അല്ലേ, നമ്മളുടെ മൂഡ് ശരിയാകണമെന്നില്ല. അല്ലെങ്കിൽ ഈ സഹോദരൻ പറഞ്ഞതുപോലെ മനസ്സിനൊരു സുഖമില്ലാത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ മനസ്സിന് ഒത്തിരി ഭാരം വരുന്ന സിറ്റുവേഷനൊക്കെ വരുമ്പോൾ വേറെ ഒന്നും നമ്മൾക്ക് അത്ര പെട്ടെന്ന് അങ്ങ് ഗ്രഹിച്ചെന്ന് വരത്തില്ല. പക്ഷേ ഈ സങ്കീർത്തനങ്ങൾ ഏത് കുഞ്ഞിന് പോലും മനസ്സിലാകുന്നതാണല്ലേ. അതുകൊണ്ട് നമ്മൾ അതെടുത്തങ്ങ് വായിച്ചോണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അതെടുത്ത് വായിച്ചിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ആശ്വാസങ്ങൾ നമ്മൾ കണ്ടെത്തണം. ദൈവം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കും. അത് കാരണം എന്താണെന്നറിയാമോ? ഈ സങ്കീർത്തനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ആ മനുഷ്യൻ അനുഭവിച്ച വേദനകളും പിന്നെ ആ മനുഷ്യനെ ദൈവം ആശ്വസിപ്പിച്ചതും ആ മനുഷ്യന് കൊടുത്ത വിടുതലുകളും എല്ലാം അതിനകത്തും വളരെ സിമ്പിളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ എപ്പോഴും നമ്മളെടുത്ത് വായിച്ചത് നമ്മൾ അങ്ങ് ഹൃദയസ്ഥമാക്കിക്കൊണ്ട്, ഇത് ഞാനൊരു ഈസി ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ.
ഇനി ഓർക്കുക, നമ്മളുടെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം നമ്മൾക്ക് സർവ്വസ്വമാണല്ലേ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളൊന്നും ചുമന്നുകൊണ്ട് നടക്കണ്ട. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളും നമ്മളുടെ വിഷയങ്ങളും ഒന്നും നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണ്ട. ദൈവം സകലത്തിന് നമ്മൾക്ക് പരിഹാരം തരുന്ന ഒരു പരിഹാരകനാണ് എന്നുള്ളതാണ് ദൈവം നമ്മളോട് വചനത്തോട് എല്ലാം ഉടനീളം സംസാരിച്ചിരിക്കുന്നത്. എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടല്ലേ. എന്തോരം പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താണ്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം ചുമ്മാ പറഞ്ഞ് നമ്മളുടെ ദൈവം ആരാണ്? നമ്മളുടെ ദൈവം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല കേട്ടോ. അത് നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്ന ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. നമ്മളോടൊരു വചനം ദൈവം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളോടൊരു വചനം അതെങ്ങനെയുമാകാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ ചർച്ചിൽ പോകുമ്പോൾ ദൈവദാസന്മാരിലൂടെയും അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരിലൂടെ നമ്മളോട് സംസാരിക്കുന്നതാകാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മളോട് തന്നെ ദൈവം ഇടപെടുന്നതാകാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ കാണുമ്പോൾ അതിലൂടെ ആരെങ്കിലും പറയുന്നതാകാം. ഏത് വിധത്തിലാണെങ്കിലും ദൈവം ഒരു വചനം നമ്മളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അത് തന്നിട്ടങ്ങ് ചുമ്മാ പോകത്തില്ല കേട്ടോ. നമ്മൾക്കറിയാം ഇന്നത്തെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ എങ്ങനെയാണ്, അവർ ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് പോകുക. അവരുടെ ജീവിതത്തിൽ പോലും അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മളുടെ ദൈവം മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. മോട്ടിവേഷണൽ സ്പീക്കർ ആണെങ്കിൽ കൂടെ അത് ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നവനല്ല, അത് പ്രവർത്തിക്കുന്നവനും കൂടിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വചനം നമ്മളോട് ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ ആ വചനം നമ്മളുടെ ജീവിതത്തിൽ ഇടപെട്ടുക മാത്രമല്ല, അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ദൈവവും കൂടിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ്? നമ്മുടെ ജീവനുള്ളൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും തള്ളിക്കളയാത്ത ദൈവമാണ്. അത് ആരുമാകട്ടെ, നീ ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, ഹിന്ദുവാണോ, നീ ഇനി ദൈവവിശ്വാസമില്ലാത്തവനാണോ, ആരുമാകട്ടെ, നീ ദൈവത്തെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ ദൈവം എന്താണ്? ആ ദൈവം അങ്ങ് ചുമ്മാ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല കേട്ടോ. ആ ദൈവം നിന്ന് നമ്മളുടെ നമ്മൾ വിളിക്കുന്നത് കേൾക്കുവാൻ നിൽക്കുന്ന ഒരു ദൈവമാണ്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ചെവി എന്താണ്? ദൈവത്തിൻ്റെ ചെവി മാന്ത്യമായി പോയിട്ടില്ല, മാന്ത്യം പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവൻ്റെ കാതുകൾക്ക് മാന്ത്യം സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജീവിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവമെല്ലാം കാണുന്നുണ്ട്. നമ്മളെ വിടുവിക്കുവാൻ അവൻ്റെ കരം നമ്മളോട് കൂടെ ഇറങ്ങി വരും. നമ്മൾ പറയുന്നത് കേൾക്കുവാൻ, നമ്മളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്ന ദൈവം, നമ്മൾ വിളിക്കുമ്പോൾ, നമ്മൾ ഞെരങ്ങുമ്പോൾ അതെല്ലാം കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഈ യാഥാർത്ഥ്യം നമ്മളുടെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോഴുണ്ടല്ലോ, നമ്മൾക്ക് മറ്റൊന്നും വേണ്ട കേട്ടോ. ഈ ദൈവത്തിൻ്റെ വലിയ സമാധാനം ദൈവം നമ്മൾക്ക് തരും. നമ്മൾക്കറിയാം, നമ്മൾക്ക് വീട്ടിൽ ചിലപ്പോൾ സമാധാനം കിട്ടത്തുണ്ടാകില്ല. ഞാൻ പറയും, ഈ ലോകത്തിൽ എൻ്റെ ദൈവമേ, ഞാൻ പലപ്പോഴും ദൈവത്തോട്, ഇപ്പോഴൊന്നുമല്ല, ഇപ്പോഴൊക്കെ ഞാൻ ഭയങ്കര സ്ട്രോങ്ങാണ്. കാരണം എൻ്റെ ദൈവം എനിക്ക് എൻ്റെ പിതാവാണ്, വലിയ ദൈവമാണ്, എല്ലാമാണ്. നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. എന്നാലും ഞാൻ പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നങ്ങ് പറയുകയാണ്. അതുകൊണ്ട് പണ്ടൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു, എൻ്റെ ദൈവമേ, ഒരു വ്യക്തിക്ക് പോലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു 25% പോലും മമ്മിക്ക് എന്നെ മനസ്സിലായിട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാർക്ക് പോലും, നമ്മളുടെ പേരൻസിന് പോലും, അവർക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാകേണ്ടതല്ലേ. എന്ന് വെച്ചാൽ അവർ പോലും നമ്മളെ 100% മനസ്സിലാക്കണമെന്നില്ല. 100% നമ്മളെ മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തിലുണ്ടോ? ആരുമില്ല. നമ്മളുടെ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആർക്കും നമ്മളെ മനസ്സിലാകണമെന്നില്ല. നമ്മളുടെ പേരൻസിന് നമ്മളെ മനസ്സിലാകണമെന്നില്ല, നമ്മളുടെ കൂട്ടുകാർക്ക് നമ്മളെ മനസ്സിലാകണമെന്നില്ല, നമ്മളുടെ സഹോദരങ്ങൾക്ക് നമ്മളെ മനസ്സിലാക്കണമെന്നില്ല, ഇനി ജീവിത പങ്കാളികൾക്ക് നമ്മളെ മനസ്സിലാകണമെന്നില്ല അല്ലേ. ആർക്കും നമ്മളെ എന്താണ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. പക്ഷേ നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിയുള്ളത് ആരാണ്? നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലേ, നമ്മളുടെ ദൈവം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അതുകൂടാതെ എന്താണ്? ഞാൻ നിങ്ങളുടെ അപ്പനാണെന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ അപ്പനാണ്, നമ്മളുടെ അമ്മയാണ്, നമ്മളുടെ സഹോദരനാണ്, നമ്മളുടെ നല്ല കൂട്ടുകാരനാണ്, എല്ലാമാണ്. ദൈവം നമ്മൾക്ക് സർവസ്വമാണ്. എന്ന് വെച്ചാൽ ഏതൊക്കെ വിഷയങ്ങളിൽ നമ്മൾ ഭാരപ്പെടുന്നുണ്ടോ, ഒരു എന്താ പറയുക, പേരൻസ് നമ്മളെ ആശ്വസിപ്പിക്കേണ്ടത് നമ്മളെ ആശ്വസിപ്പിക്കാതെ വരുമ്പോൾ ദൈവം നമ്മളുടെ പേരൻസായി കടന്നു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും കേട്ടോ. ഒരു സഹോദരൻ നമ്മളെ ആശ്വസിപ്പിക്കേണ്ട സ്ഥാനത്ത് ആശ്വസിപ്പിക്കുന്നില്ല എങ്കിൽ ദൈവം നമുക്ക് നല്ലൊരു സഹോദരനായിട്ട് കടന്നു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. ദൈവം നമ്മൾക്ക് നല്ലൊരു കൂട്ടുകാരനായിട്ട് കടന്നു വരും കേട്ടോ. ദൈവം നമ്മൾക്ക് നല്ലൊരു അമ്മയായിട്ട് കടന്നു വരും. ഇനി ആരുമാകട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ നമ്മൾക്ക് തോന്നുന്ന സാഹചര്യങ്ങളുണ്ടാകും. അവിടെ നമ്മൾക്ക്
ഏറ്റവും നമ്മൾക്ക് അയ്യോ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ നമ്മൾക്ക് വേറൊരു സ്നേഹവും നമ്മൾക്ക് വേണ്ട. കാരണം അത്രയും നമ്മളെ നിറച്ചു തരുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് കേട്ടോ. അതൊക്കെ അനുഭവിക്കുവാൻ ദൈവം നമ്മൾക്ക് തരുന്ന ഭാഗ്യവും കൂടി ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ദൈവത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഭാരം അറിയുന്ന ദൈവം അല്ലേ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴുണ്ടല്ലോ ആ ദൈവം നമ്മൾക്ക് സമീപസ്ഥനായിട്ട് കടന്നു വരും. ഒന്നും വേണ്ട, നമ്മൾക്കൊന്നിനും പറ്റുന്നില്ലേ, നമ്മൾ ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ദൈവമേ എന്ന് പറഞ്ഞൊന്ന് കരഞ്ഞു കഴിയുമ്പോഴല്ലേ നമ്മളുടെ ദൈവം ഇറങ്ങി വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ദൈവം നമ്മൾക്ക് സർവസ്വമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ആ ദൈവത്തെ നമ്മളങ്ങ് പിന്തുടർന്നാൽ മതി. നമ്മുടെ സകല വേദനകളും, മനസ്സിൻ്റെ വേദനകൾ, ഇനി ഒത്തിരി പേരുണ്ടല്ലേ ഹൃദയത്തിന് മുറിപ്പെട്ടവരുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലൊക്കെ നമ്മൾക്ക് ഒത്തിരി മുറിവുകൾ നമ്മളുടെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആ മുറിവുകളെയൊക്കെ ഉണക്കാൻ പറ്റുന്നവൻ ആരാണ്? ദൈവമാണ്. ഇന്ന് പലയിടത്തും ആന്തരിക സൗഖ്യ ധ്യാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നടക്കുന്നുണ്ട്. ഇനി കുറേ എന്താ പറയുക പാസ്റ്റർമാരുണ്ട് നമ്മളുടെ മുറിവ് കെട്ടുന്ന മുറിവ് ഉണക്കുന്ന ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക കേട്ടോ. ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ ഒത്തിരി സ്ഥലത്ത് വിടുതലിന് വേണ്ടിയൊക്കെ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. എൻ്റെ ഒത്തിരി പൈസ പോയിട്ടുണ്ട്, ഒത്തിരി ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്, ആന്തരിക സൗഖ്യ ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്, ഒത്തിരി പാസ്റ്റർമാരുടെ അടുത്ത് പോയിട്ടുണ്ട്, ഒത്തിരി അച്ഛന്മാരുടെ പുറകെ പോയിട്ടുണ്ട്. ഒത്തിരി സ്ഥലത്ത് ഞാൻ പോകാത്ത ഇടങ്ങളിൽ എൻ്റെ മൊബൈലിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും അറിയപ്പെടുന്ന സകല ഒരു 85% ആൾക്കാരുടെ നമ്പറും എൻ്റെ മൊബൈലിനകത്തുണ്ട്. ഞാൻ ഒട്ടുമിക്ക ആൾക്കാരുടെ അടുത്തും പ്രാർത്ഥിക്കുവാൻ പോയിട്ടുണ്ട്, ഒട്ടുമിക്ക ആൾക്കാരുടെ അടുത്തും പോയി എന്താ പറയുക പ്രാർത്ഥിപ്പിച്ചിട്ടുമുണ്ട്, ഒത്തിരി ആൾക്കാരെ വിളിച്ചും പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും എനിക്കൊരു വിടുതലും കിട്ടിയില്ല കേട്ടോ. കാരണം നമ്മൾക്ക് കുറച്ച് നാളത്തേന് അല്ലെങ്കിൽ ഒരു 2-3 മാസത്തേനും ഇവരുടെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾക്കൊരു വിടുതൽ അല്ലെങ്കിൽ നമ്മൾക്കൊരു ആത്മീയ സന്തോഷമൊക്കെ നമ്മൾക്ക് കിട്ടിയെന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം വരുമ്പോഴത്തേക്കുണ്ടല്ലോ അതുപോലെ തന്നെ ഷൂ എന്ന് പറഞ്ഞിട്ട് പോകുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പിന്നിലത്തെ യാഥാർത്ഥ്യം. പക്ഷേ നമ്മൾക്കൊരു യാഥാർത്ഥമായിട്ട് നമ്മൾക്കൊരു മുറിവ്, നമ്മളുടെ ഹൃദയത്തിൻ്റെ മുറിവ് കിട്ടുകയും നമ്മൾക്കൊരു നിലനിൽക്കുന്ന വിടുതൽ തരുവാൻ കഴിയുന്നത് ആർക്കാണെന്നറിയാമോ? നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയും പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെയൊക്കെ പോയാൽ നമ്മൾക്ക് വിടുതലുകളൊക്കെ കിട്ടും. പക്ഷേ ഒരു നിലനിൽക്കുന്ന വിടുതൽ തരുവാൻ കഴിയുന്നത് നമ്മുടെ ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കേട്ടോ. ദൈവത്തിന് മാത്രമേ ഒരു നിലനിൽക്കുന്ന വിടുതലും സമാധാനവും സന്തോഷവും നമ്മൾക്ക് തരുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമ്പോൾ ആ ദൈവത്തിൽ അങ്ങ് പരിപൂർണമായിട്ട് നമ്മളങ്ങ് ആശ്രയിക്കുക. എന്നിട്ട് നമ്മൾ ആ വചനങ്ങൾ എടുത്തങ്ങ് വായിക്കുക, ആത്മീയ ഗീതങ്ങൾ നമ്മൾ പാടുക. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ പതുക്കെ ഒരു നിലനിൽക്കുന്ന വിടുതൽ ദൈവം നമ്മൾക്കങ്ങ് തരും. ആദ്യം നമ്മൾക്ക് വേണ്ടുന്നത് എന്താണ്? മനസ്സിനൊരു ഉറപ്പാണ് വേണ്ടത് അല്ലേ. മനസ്സിന് ഉറപ്പും മനസ്സിന് സന്തോഷവും ഒക്കെയാണ് വേണ്ടുന്നത്. അതെല്ലാം ദൈവം നമ്മൾക്ക് തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ഇരിക്കുക. എപ്പോഴും നമ്മൾ കൂട്ടം കൂടിയുള്ള പ്രാർത്ഥനകൾക്ക് മാത്രം പോകാതെ നമ്മൾ പേഴ്സണലായിട്ട് പ്രയറിന് നമ്മൾ സമയം കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ പേഴ്സണലായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. പേഴ്സണൽ പ്രയറിലാണ് ഞാൻ ഇതിന് മുൻപേ ഉള്ള വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പേഴ്സണലായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് ദൈവം പല വെളിപ്പാടുകളും നമ്മൾക്ക് തരുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്, ദൈവം നമ്മളുടെ അടുത്ത് വന്ന് നമ്മളോട് സംസാരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ദൈവം നമ്മൾക്ക് തരും. ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ എത്രയോ പ്രാവശ്യം ദൈവത്തിൻ്റെ സൗണ്ട് കേട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സൗണ്ട് കേൾപ്പിച്ച് ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വലിയ അതിവിശുദ്ധ ആയതുകൊണ്ടോ ഞാൻ വലിയ സംഭവമായതുകൊണ്ടോ ഒന്നുമല്ല. ഞാനൊരു സാധാരണക്കാരിയാണ്. പക്ഷേ ഞാൻ ദൈവത്തിനങ്ങ് വല്ലാതെ ആശ്രയിച്ചു കേട്ടോ. ആ ദൈവത്തിൽ വല്ലാതെ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാനങ്ങ് മുഴുകുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് വേണമെന്ന് ഞാൻ ശാഠ്യം പിടിച്ചു. ഒപ്പം ഞാൻ എൻ്റെ സ്നേഹവും ഞാൻ ആർക്ക് കൊടുത്തു? ദൈവത്തിന് കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മളിതൊക്കെ അനുഭവിക്കുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് ഓർക്കുക, നമ്മളൊരു സാധാരണക്കാരനാണെന്ന് നമ്മൾ ആദ്യം ഒരു തിരിച്ചറിയുക. അതിനുശേഷം നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി കുറച്ച് വചനങ്ങൾ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് വേഗം ഒന്ന് പറഞ്ഞുതരാം. കാരണം എല്ലാവരും വചനത്തിൽ അങ്ങ് ഒത്തിരി വചനങ്ങൾ അറിയാവുന്നവരൊന്നും അല്ലല്ലോ. ഈ പറയപ്പെട്ട ഞാൻ പോലും എല്ലാ വചനങ്ങളും അറിയുന്ന ആളൊന്നുമല്ല. ചില വചനങ്ങളൊക്കെ നമ്മൾ വായിച്ച് വിട്ടുപോയാലും അതിൻ്റെ അർത്ഥമൊന്നും നമ്മൾക്ക് അപ്പം മനസ്സിലാകണമെന്നില്ല. ഞാൻ കുറച്ച് വചനങ്ങളൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് മാനസിക വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ വചനം റിപ്പീറ്റഡായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കണം. പെട്ടെന്ന് നമ്മളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചസ് ഉണ്ടാകും. ഇനിയിപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കുമ്പോഴല്ല കേട്ടോ, നമ്മൾ ഈ വചനം റിപ്പീറ്റഡായിട്ട് നമ്മുടെ വാഗുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ ഇൻസ്റ്റൻ്റായിട്ട് വിടുതലുകൾ നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് വചനങ്ങൾ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഒന്ന്, സങ്കീർത്തനം 34:18. അതിനകത്ത് എന്താ പറയുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അല്ലേ. ഇനി അടുത്തത് എന്താണ്? സങ്കീർത്തനം 55:22. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇനി അടുത്തത് സങ്കീർത്തനം
സങ്കീർത്തനം 147:3. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. അവിടെ ഒത്തിരി കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സിൻ്റെ തകർച്ച, നമ്മുടെ ശരീരത്തിൻ്റെ തകർച്ച എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ സങ്കീർത്തനം 147:3 ഇത് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അപ്പം അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. പിന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, നമ്മളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ് വേണ്ടുന്നത്. അപ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ദൈവം നമ്മൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ വചനം നമ്മളങ്ങ് റിപ്പീറ്റഡ് ആയിട്ട് പറയുക. ഇനി അടുത്തത് എന്താണ്? 1 പീറ്റർ അല്ലേ, പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാക്കിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. പിന്നെ ഒത്തിരി വചനങ്ങളുണ്ട്, അപ്പോൾ എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ കുറച്ച് വചനങ്ങൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോ വചനങ്ങളും കണ്ടെത്തുക. ഇനി ഒന്നും നമ്മൾ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ വചനങ്ങളെങ്കിലും ഒന്ന് കോട്ട് ചെയ്ത് വെച്ച് നമ്മൾ ബൈഹേർട്ടാക്കിയിട്ട്, കാരണം എല്ലാം ദൈവത്തിൻ്റെ വചനത്തിനകത്തല്ലേ, ഇപ്പോൾ പറഞ്ഞ വചനത്തിനകത്ത് സകലതും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതങ്ങ് റിപ്പീറ്റഡ് ആയിട്ട് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഭാരപ്പെടേണ്ട ഒരു കാര്യവുമില്ല കേട്ടോ. നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. വിഷമിപ്പിക്കുന്നവരാണ് നമ്മളുടെ ചുറ്റുമുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആശ്വസിപ്പിക്കുന്നതിനെ കഴിഞ്ഞും അധികം നമ്മളെ വിഷമിപ്പിക്കുന്നവരും കുത്തുവാക്ക് പറയുന്നവരും നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരും ഒക്കെയാണ് ചുറ്റുമുള്ളെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പക്ഷേ നമ്മളുടെ ദൈവം ആരാണ്? നമ്മളുടെ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനം നമ്മൾക്ക് തരുന്നവനാണ്. അതുമാത്രമല്ല നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തരുന്നവനുമാണ്, നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനുമാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ആരും വിഷമിക്കേണ്ട, നമ്മളുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. എനിവേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.